നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ആത്മീയ ശുശ്രൂഷ കർത്താവിൽ വളരുവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിലേക്ക് അനേകം ദൈവമക്കളെ നയിക്കുവാനായി നമ്മൾ ഒരുങ്ങുക, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തോട് മറുധലിക്കുന്ന, ദൈവത്തെ മാറ്റി നിർത്തി മറ്റെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ മധ്യയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ദൈവത്തോട് മറുതലിക്കുക, ദൈവത്തിന്റെ ആ സർവാധിപത്യത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം സ്വന്തമാക്കുവാനുള്ള വലിയ ആഗ്രഹം. ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ എപ്രകാരമാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരേണ്ടത്. വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കുമ്പോൾ ഏറെ ആഗ്രഹത്തോടെ, ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ വചനത്തിന് മുൻപിലായിരിക്കാം. ആത്മാവ് വിതയ്ക്കപ്പെടുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതങ്ങളിൽ അഭിഷേകമായി, അനുഗ്രഹമായി മാറുവാൻ, നമ്മളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളായിരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മളായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് അഭിഷേകമായി വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ സ്വരമുയർത്തി നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ ആത്മീയ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനും അനേകായിരം ജീവിതങ്ങളിലേക്ക് ഇത് അഭിഷേകമായി കവിഞ്ഞൊഴുകപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കൃപയായി, ശക്തിയായി, അഭിഷേകമായി ഈ ശുശ്രൂഷയിൽ വെളിപ്പെടണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കാലഘട്ടത്തിന് അഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നന്ദി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, 63-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു, എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. എത്രമാത്രം കൃപ നിറഞ്ഞ മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. ഞാൻ അങ്ങയെ തേടുന്നു, എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ആത്മാവ്, ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമാണ് ദൈവത്തിൽ വളരുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരൊക്കെ കർത്താവിൽ വളർന്നിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തിനായി പ്രയോജനപ്പെട്ടിട്ടുണ്ടോ, അവരെല്ലാം ഈ വിധം ദൈവത്തെ മാത്രം ആഗ്രഹിച്ചവരായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത്ഭുതമാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ബന്ധമാണ്. ബന്ധം. നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെല്ല സ്നേഹിക്കേണ്ടത് ദൈവത്തെ തന്നെയാ. നമ്മൾ യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കി, എന്തുകൊണ്ടാ നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയിലൂടെ ഇതുപോലെ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടത്? പിതാവിനെ കുറിച്ച് ഇതുപോലെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത്?
ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 8, 9 തിരുവചനങ്ങളിലൂടെ ദൈവാത്മാവ് നമ്മോട് പറയുകയാണ്. അവിടെ പീലിപ്പോസ് യേശുവിനോട് ചോദിച്ചു, യേശുവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ, ഞങ്ങൾക്ക് അത് മതി. പിതാവിനെ കുറിച്ച് യേശു തന്റെ പ്രിയപ്പെട്ടവരോട് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പീലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ യേശുവേ, ഞങ്ങൾക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പിതാവിനെ കണ്ടാൽ മതി. ഉടനെ യേശു പറഞ്ഞു, ഇക്കാലം എത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ഇതുവരെ പിതാവിനെ കണ്ടില്ലേ? യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ പിതാവും ഒന്നാണ്. തന്റെ പിതാവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം, വിട്ടുപിരിയാത്ത ബന്ധം, ഈ ഒരു ബന്ധമായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും ഇതുപോലെ ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൽ വളരുവാൻ, നമ്മുടെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ആഴപ്പെടുവാനാണ് സ്വർഗം അതിയായി ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തെ നമുക്ക് കാണുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രവാചകനായ മോശ, ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു മോശ. മോശയെ കുറിച്ച് തന്നെ എന്താണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്? പ്രഭാഷകന്റെ പുസ്തകം 45 അധ്യായം 2 തിരുവചനത്തിൽ മോശയെ കുറിച്ച് വചനം പറയുകയാണ്. ദൈവം അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി, ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം ദൈവം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടെ അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെയും മുൻപിൽ ദൈവം അവനെ സമുന്നതനാക്കി. ഇതുപോലെ സാമ്രാജ്യ ശക്തികളിൽ ദൈവശക്തി വെളിപ്പെടുത്തി രാജാക്കന്മാരുടെ മുൻപിൽ പോലും കർത്താവിന്റെ സാന്നിധ്യത്തെ ഇറക്കി ദൈവജനത്തെ ഇതുപോലെ ദൈവിക അഭിഷേകത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ ജനത കണ്ടിട്ടില്ല. എന്തായിരുന്നു മോശയുടെ ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്? മോശയുടെ മേൽ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ രഹസ്യം എന്തായിരുന്നു? പ്രിയ ദൈവമക്കളെ, നിയമാവർത്തന പുസ്തകം 34 അധ്യായം 10 പറയുകയാണ്, കർത്താവ് മുഖാമുഖം സംസാരിച്ച മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേൽ ഉണ്ടായിട്ടില്ല. ദൈവമായിട്ടുള്ള മോശയുടെ വിട്ടുപിരിയാത്ത ബന്ധമായിരുന്നു ഇതുപോലൊരു അഭിഷേകം മോശയുടെ ശുശ്രൂഷയിലൂടെ, ജീവിതത്തിലൂടെ വെളിപ്പെടുവാനുള്ള പ്രധാന കാരണം. പുറപ്പാടിന്റെ പുസ്തകം 33 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൈവം മോശയെ നോക്കി പ്രധാനമായും 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന നീയും ഇസ്രായേൽ ജനവും കൂടെ ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം കൊടുത്തിരിക്കുന്ന അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആ നാട്ടിലേക്ക് നിങ്ങൾ പോകുവിൻ. ദൈവം പറഞ്ഞു, ഞാനിതാ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റാൻ പോവുകയാ. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുകയാ വാഗ്ദത്തങ്ങളെ. ദൈവിക വാഗ്ദത്തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ പോലുമില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ഈ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റാനായി പോവുകയാണ്. രണ്ടാമത് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ അയക്കും. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ദൈവം തന്റെ ജനത്തിന് പ്രദാനം ചെയ്യുകയും മോശയോട് ദൈവം പറഞ്ഞു, ഞാനിതാ എന്റെ ദൂതനെ നിങ്ങൾക്കായി അയക്കുകയാണ്. യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെ, പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കുവാനായി ദൈവജനത്തിന് അനുഗ്രഹമായ അഭിഷേകമായി ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ വിടുകയാണ്. ഏഞ്ചലിക് മിനിസ്ട്രി, ദൈവദൂതന്മാരുടെ ശുശ്രൂഷ ദൈവം പ്രൊവൈഡ് ചെയ്തു. മൂന്നാമത് ദൈവം പറഞ്ഞു, ജബൂസിരെയും കാനാൻകാരെയും അമോനിരെയും ഹിത്തിരെയും പരിസ്സരെയും ഹിവ്യരെയും ഞാൻ ഓടിച്ചു കളയും എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മേൽ ഞാൻ നിങ്ങൾക്ക് വിജയം നൽകും. ആരും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. ഒരു തിന്മയ്ക്കും ഒരു മാനുഷിക ശക്തികൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വിജയം നൽകും. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിത വിജയം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വ്യക്തികൾ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ജീവിതത്തിന് വിജയം ഉണ്ടാകണം.
ജീവിതത്തിൽ വിജയം കൈവരിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വിഷയം തന്നെ ജീവിതത്തിൽ വിജയമുണ്ടാകുവാനാ. എന്നാൽ ദൈവം പ്രോമിസ് ചെയ്തു, ഇതാ ഞാൻ നിങ്ങൾക്ക് വിജയം നൽകുന്നു. നാലാമത് ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ആ നാട്ടിലേക്ക് നിങ്ങൾ പോകുവിൻ. അഭിവൃദ്ധിയുടെ നാട്, ഒന്നിനും കുറവില്ലാത്ത, അത് സമൃദ്ധി നിറഞ്ഞ ആ കാനാൻ നാട്, ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാ. ഈ 4 വാഗ്ദത്തങ്ങൾ ദൈവം മോശയ്ക്ക് കൊടുക്കുകയാ. ഇത് നമ്മളോട് ദൈവം പറഞ്ഞതെങ്കിൽ നമ്മൾ എന്തുമാത്രം സന്തോഷിക്കും, നമ്മൾ എന്തുമാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. സകല വാഗ്ദത്തങ്ങൾ നാളിതുവരെ ദൈവം നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റാൻ പോകുന്നു. ഇതാ ദൂതന്മാരെ വിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു, നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായ വിജയം നൽകുന്നു. 4 എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയും ദൈവം പ്രദാനം ചെയ്യുന്നു. നമ്മളൊക്കെ തുള്ളിച്ചാടുന്ന സന്തോഷം കൊണ്ട് അതുപോലത്തെ വാക്കുകളാണ്, അതുപോലത്തെ വാഗ്ദത്തങ്ങളാണ് ദൈവം മോശയ്ക്ക് നൽകിയത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും അതേ ദൈവം തന്നെ മോശയോട് വിളിച്ചു പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. മോശ, ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. ഈ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിച്ചു, എന്തോന്ന് കാര്യം ദൈവം ഈ പറയുന്നത്. ഇനി ദൈവത്തിന്റെ ആവശ്യം എന്തിനാ? ദൈവമില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. കാരണം ബാക്കിയെല്ലാമായി ഇഷ്ടം പോലെ വാഗ്ദത്തങ്ങളുടെ സമൃദ്ധി. ഇതാ കാര്യങ്ങൾ പരിഹരിക്കുവാൻ, കാര്യങ്ങൾ നടത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ. ജീവിതത്തിൽ പരാജയം എന്തെന്നറിയാതെ പൂർണ്ണമായ വിജയം, യാതൊരു അലിലും അലച്ചിലുമില്ലാത്ത അവസ്ഥ, സമൃദ്ധിയുടെ അവസ്ഥ. ദൈവത്തോട് പറയും, ദൈവം ഇനി നിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം നീ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ സുന്ദരമായി നടത്തുവാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയും. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണിത്. പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലത്തിൽ, ക്രിസ്തീയ ഗോളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തകർച്ചയാണിത്. ദൈവത്തെ മാറ്റി നിർത്തി ദൈവം തന്നതിന് പുറകെ പോവുക, ദൈവം തന്നതിന് മാത്രം ആശ്രയിക്കുക, ദൈവത്തെ വേണ്ട, ബാക്കി എല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളെ സ്നേഹിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. എന്നാൽ മോശ, അവൻ യഥാർത്ഥമായ ആത്മീയ ദർശനം പ്രാപിച്ചൊരു വ്യക്തിയായിരുന്നു. മോശ വിളിച്ചു പറഞ്ഞു, ദൈവമേ, നീ എന്താ ഈ പറയുന്നത്? നീ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല. മോശ ആത്മാവിൽ പറഞ്ഞു, ദൈവമേ, നീ ഇല്ലാത്ത, നിന്റെ സാന്നിധ്യമില്ലാത്ത വാഗ്ദത്തങ്ങൾ ആർക്കു വേണം? ദൈവമേ, നീ ഇല്ലാത്ത, നിന്റെ സാന്നിധ്യമില്ലാത്ത വിജയം എന്തിനാണ്? മോശ അതിൽ ഒരു ശൂന്യത മനസ്സിലാക്കി. ദൈവമില്ലാത്ത അഭിവൃദ്ധി ആർക്ക് വേണം? അത് തികച്ചും പരാജയമാണ്, അത് തികച്ചും വ്യർത്ഥമാണ്. ദൈവമില്ലാതെ ദൈവത്തിന് ദൂതനെ എനിക്ക് എന്തിനു വേണം? മോശ പറഞ്ഞു, എനിക്ക് വേണ്ടത് നിന്റെ വാഗ്ദത്തങ്ങളല്ല, എനിക്ക് വേണ്ടത് നിന്റെ ദൂതനെയല്ല, എനിക്ക് വേണ്ടത് തേനും പാലും ഒഴുകുന്ന കാനാൻ നാടല്ല, ആ തേനല്ല. എനിക്ക് വേണ്ടത് പാലല്ല, എനിക്ക് വേണ്ടത് വിജയമല്ല, എനിക്ക് വേണ്ടത് നിന്നെ മാത്രമാണ്. ദൈവമേ, നിന്നെ മാത്രം, ദൈവമേ, നിന്നെ മാത്രം, എനിക്ക് നിന്നെ മാത്രം മതി. എന്തോരം വലിയൊരു ആത്മീയ ദർശനമാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മ നമ്മോട് വിളിച്ചു പറയാം, ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും മോശയെ പോലെ ഇത്തരത്തിലുള്ള ആത്മീയ ദർശനത്തിലേക്ക് വളരാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള ആത്മീയ നിലപാടിൽ നിലകൊള്ളുവാൻ നമുക്ക് കഴിയുമോ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം അടങ്ങിയിരിക്കുന്നത്. മോശ ഈ സത്യം മനസ്സിലാക്കി. ദൈവമില്ലാത്ത വാഗ്ദത്തങ്ങള്, ദൈവമില്ലാത്ത വിജയം, ദൈവമില്ലാത്ത അഭിവൃദ്ധി, ഇതെല്ലാം ശൂന്യമാണ്, ഇതെല്ലാം വ്യർത്ഥമാണ്, ഇത് തികച്ചും പരാജയമാണെന്ന് മോശ മനസ്സിലാക്കി. അതുകൊണ്ട് മോശ പറഞ്ഞു, എനിക്ക് നിന്നെ മതി. ഈ ഒരു ബന്ധമായിരുന്നു, ഈ ഒരു ആത്മീയ ദർശനമായിരുന്നു മോശയുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ രഹസ്യം. രാജാക്കന്മാരുടെ മുൻപിൽ പോലും ദൈവം മോശയെ സമുന്നതനാക്കിയതെങ്കിൽ ഈജിപ്ത് സാമ്രാജ്യത്തെ ദൈവത്തിന് വേണ്ടി നേടുവാൻ മോശയ്ക്ക് കഴിഞ്ഞതിന്റെ കാരണം ദൈവമായിട്ടുള്ള ഈ ഒരു വിട്ടുപിരിയാത്ത ബന്ധമായിരുന്നു, ദൈവമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലെ ദൈവജനമായ എന്നെയും നിങ്ങളെയും നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയാ, ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ വരണം, ഈ ഒരു ആത്മീയ നിലപാടിലേക്ക് നമ്മൾ വരണം. ഈ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളെല്ലാം ഈ ഒരു ദൈവിക ദർശനത്തിൽ നിറയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. മോശ എന്താ പറഞ്ഞെന്നറിയോ? പുറപ്പാടിന്റെ പുസ്തകം 33:15 പറഞ്ഞു. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഈ വരണ്ട മരുഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കരുത്. മോശയ്ക്ക് മനസ്സിലായി, ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത,
ആ പാലും തേനും ഒഴുകുന്ന ആ കാനാൻ നാടിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിക്കുന്ന ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമി. ഈ വാഗ്ദത്തം ചെയ്തവൻ എവിടെയുണ്ടോ അതാണ് യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത നാട്. ഇത് മോശ മനസ്സിലാക്കി. മോശ പറഞ്ഞു, ദൈവമേ നീ ഞങ്ങളോട് കൂടെ വരണം. നീ വന്നില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. മോശയുടെ ഈ നിലപാട് ദൈവത്തിന്റെ ഹൃദയത്തെ വല്ലാതെ ആനന്ദിപ്പിച്ചു. ദൈവത്തിന്റെ ഹൃദയത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിന്റെ പ്രവൃത്തികളെക്കാൾ ഉപരി കർത്താവിനെ തന്നെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാ. മോശയെ നോക്കി സ്വർഗം അഭിമാനം കൊണ്ടു. മോശയെ നോക്കി സ്വർഗം ആനന്ദിച്ചു. ദൈവം വിളിച്ചു പറഞ്ഞു 17-ാമത്തെ വാക്യത്തിൽ, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കാരണം മോശേ, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. ഹല്ലേലൂയ! ഇതെന്തോരം വലിയ സാക്ഷ്യമാണ് ദൈവമക്കളെ. ദൈവം വിളിച്ചു പറയാ, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. തുറന്ന് ദൈവം ഒരു വലിയ വാഗ്ദത്തം ഇതാ മോശയുമായി ഒരു വലിയ ഉടമ്പടി ദൈവം മോശയ്ക്ക് കൊടുക്കുകയാ. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണിത്. ഇതാണ് പ്രിയ ദൈവമക്കളെ അത്ഭുതത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. കീ ഓഫ് മിറക്കിൾ. അത്ഭുതത്തിന്റെ താക്കോൽ ഇതാണ്. അഭിഷേകത്തിനും അനുഗ്രഹത്തിനും താക്കോൽ ഇതാണ്. എന്താണ് ദൈവം മോശയുമായി ചെയ്ത ഉടമ്പടി? പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവം പറഞ്ഞു, ദൈവം അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ! മോശ അത്ഭുതം ചോദിച്ചില്ല. മോശ അടയാളം ചോദിച്ചില്ല. മോശ സൗഖ്യം ചോദിച്ചില്ല. മോശ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികൾ ചോദിച്ചില്ല. മോശ ദൈവശക്തിയുടെ വ്യാപാരത്തെ ചോദിച്ചില്ല. മോശ ചോദിച്ചത് ഒന്ന് മാത്രം, എനിക്ക് നിന്നെ മതി, നിന്നെ മതി. ദൈവമേ, നിന്നെ മാത്രം മതി, നിന്നെ മാത്രം. ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ആത്മാവ്. ഇതായിരുന്നു മോശയുടെ പ്രത്യേകത. എന്നാൽ ദൈവം പ്രോമിസ് ചെയ്തു, നീ എന്നെ മാത്രം ആഗ്രഹിച്ചതുകൊണ്ട്, നീ എന്നെ മാത്രം സ്വന്തമാക്കിയതുകൊണ്ട്, നീ ഞാനുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, മോശേ, ലോകത്തിൽ ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. തുടർന്ന് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു, നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായൊരു കാര്യമാ. മോശയുടെ ജീവിതം നമ്മൾ എടുത്ത് പഠിച്ചോ? അതുപോലെ ദൈവശക്തി മോശയുടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ദൈവത്തിന്റെ മഹിമയാർന്ന തേജസ് വെളിപ്പെട്ടു. കാരണം ദൈവത്തെ മാത്രം ആഗ്രഹിച്ചു. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നൽകിയ ഈ അഭിഷിക്ത ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങ്. ഞാൻ ആത്മാവിൽ വീണ്ടും വിളിച്ചു പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെ എല്ലാം സ്നേഹിക്കേണ്ടത് ദൈവത്തെ തന്നെയാ. നമ്മൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കർത്താവിനെ മാത്രം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ താനേ വരും. നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകിയിറങ്ങും. ഞാൻ പറയട്ടെ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്യൂ നിൽക്കും. എന്തിനെന്നറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. സൗഖ്യം വെളിപ്പെടും. ദൈവത്തിന്റെ വീര്യ പ്രവർത്തികൾ വെളിപ്പെടും. എപ്പോൾ? ദൈവത്തെ മാത്രം നീ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ മാത്രം സ്വന്തമാക്കുമ്പോൾ. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ ഈ ഒരു അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സഭാ സമൂഹങ്ങളും, അതേ ലോകം മുഴുവൻ ഈ ഒരു അഭിഷേകാഗ്നിയിൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ച് നമുക്കേറെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ കർത്താവിന്റെ മുൻപിൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഏറെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വലിയ നുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആഴപ്പെടുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അതിനായിട്ട് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തെ സാഹചര്യങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഏറെ നുറുകിയ ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ സാധിക്കുന്ന ദൈവമക്കൾ മുട്ടുകുത്തി നിന്ന് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ച് വിശുദ്ധ കുർബാനയിലേക്ക്, തിരുവോസ്തിയിലേക്ക് വിശ്വാസത്തോടെ നോക്കി പ്രാർത്ഥിക്കുക. നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല. നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്നതിനെയല്ല, ദൈവത്തെ തന്നെ സ്നേഹിക്കുക. കർത്താവെ, അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ, വ്യക്തിപരമായി അങ്ങുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആഴപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേകം ജീവിതങ്ങൾ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദൈവമക്കളെ ഈ സമയം പിതാവായ ദൈവം കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പകരുന്ന അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ, കർത്താവ് ഇടപെടണമേ, കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മ വിശുദ്ധീകരിക്കണമേ. കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും തിന്മയുടെ ആധിപത്യങ്ങളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. പ്രവാചകന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, വിശുദ്ധരെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള വിട്ടുപിരിയാത്ത ബന്ധത്തിൽ വളരുന്ന ദൈവമക്കളായി ഞങ്ങൾ ഓരോരുത്തരും തീരുവാൻ പിതാവെ കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തോടെ സ്വരമേറ്റ് ഒരിക്കൽ കൂടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി.